തൃശ്ശൂർ ഞാൻ കോളേജിൽ പഠിക്കൽ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടായിരുന്നു വർഗീസ് കോതമംഗലത്ത് ഉള്ള ആളാണ്. അപ്പോൾ വർഗീസ് ഒരു പാർട്ട് BA-ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ താമസിക്കുകയായിരുന്നു. അതായത് സിലോൺ ലോഡ്ജ് എന്ന് പറയും, മച്ചിങ്ങൽ ലൈനിലാണത്. അപ്പോൾ അവിടെ ഞാൻ പെരുവല്ലൂരാണ് എൻ്റെ താമസം. അപ്പോൾ ഇടയ്ക്ക് തൃശ്ശൂരൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ വർഗീസിൻ്റെ മുറിയിൽ സ്വാഭാവികമായിട്ടും അവിടെ പോകാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ് വർഗീസിൻ്റെ മുറിയിൽ മെലിഞ്ഞ് വെളുത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ വർഗീസ് പരിചയപ്പെടുത്തി തന്നു. ഇത് ഇവിടെ ആകാശവാണിയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളാണ് പത്മരാജൻ. അന്ന് ആകാശവാണി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തുകൂടി ആഘോഷിക്കാറ് പതിവുണ്ട്. അപ്പോൾ ആദ്യത്തെ പരിചയപ്പെടൽ അവിടെ വെച്ചിട്ടാണ്. പിന്നെ ആ പരിചയം ക്രമേണ വളർന്നു വന്നു. എപ്പോൾ വന്നാലും കാണും. പിന്നെ പത്മരാജൻ കുറച്ചധികം വായിക്കുന്ന കൂട്ടത്തിലാണ്. ധാരാളം പുസ്തകങ്ങളൊക്കെ കാണാറുണ്ട് അവിടെ, ഇംഗ്ലീഷ് ബുക്സൊക്കെ കാണും. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയത്ത് മാതൃഭൂമി അക്ഷരത്തിലൊക്കെ കഥ എഴുതി വരുന്ന സമയമായിരുന്നു. അപ്പോൾ ആ കാലത്ത് മാതൃഭൂമി അക്ഷരത്തിലൊക്കെ ഒരു കഥ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ പത്മരാജൻ എനിക്ക് എഴുതിയ കഥകളൊക്കെ എൻ്റെ കയ്യിൽ കാണിച്ചു തരും. ഇതെങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തെഴുതിയാലും അപ്പോൾ കാണിച്ചു തരും. അപ്പോൾ ആ കഥയിൽ വായിച്ചു നോക്കുമ്പോൾ ആ ഭാഷയും ആ ട്രീറ്റ്മെൻറ്റും ഒക്കെ എനിക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നുന്നുണ്ടായിട്ടുണ്ട്. പത്മരാജൻ ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇങ്ങനൊരു പ്രേമം ആദ്യമായിട്ട് ഉണ്ടായി, ഇങ്ങനെ ഒരു സംഗതി പറയാനുണ്ടായി. അപ്പോൾ ഞാനാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എനിക്കും ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് പ്രേമം വന്നു തുടങ്ങിയിട്ടില്ല. അത് കുറച്ച് പഴക്കമുള്ള പ്രേമമാണ്, സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളതാണത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പരസ്പരം ഈ വിഷയങ്ങളൊക്കെ കൈമാറും. പിന്നെ പത്മരാജനാണെങ്കിൽ ഞാനിപ്പോൾ ഇതൊരു സീനിയറാണല്ലോ ഈ പ്രേമത്തിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അതിലെൻ്റെ അഡ്വൈസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പത്മരാജൻ്റെ ഈ സംഗതി അവിടെ വീട്ടിൽ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇത്തിരി വിഷമമൊക്കെ ഉണ്ടായി. വീട്ടിൽ നിന്ന് എന്നിട്ട് ഇവരെ നിർബന്ധിച്ച് ജോലി രാജിവെപ്പിച്ച് കൊണ്ടുപോലൊക്കെ ഉണ്ടായി. അപ്പോൾ ആകെ പത്മരാജൻ വളരെ വിഷമിച്ചിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് പോം വഴി എന്നൊക്കെ ചോദിച്ച് അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അന്നൊക്കെ ഞാൻ ചില ശരിയല്ലാത്ത ചില സജഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യാം, കുറേയൊക്കെ മദ്യപിച്ച് ഒരു റൗഡി മട്ടിലൊക്കെ ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ഈ എതിർക്കുന്ന ആളുകളെ നമുക്ക് കുറേയൊക്കെ തടുക്കാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ പത്മരാജൻ അതിലിത്തിരി സംശയമൊക്കെ പ്രകടിപ്പിച്ചു. എന്നാലും നോക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഒരു വില്ലൻ്റെ ലുക്കോട് കൂടിയിട്ടൊക്കെയാണ് അവിടെ അന്ന്. അപ്പോൾ ആകാശവാണിയിൽ പിന്നെ ഒരു വില്ലൻ രീതിയിലൊക്കെയാണ് പത്മരാജനെ ധരിച്ചത്. അങ്ങനെയൊന്നുമില്ല, ശുദ്ധമനസ്കനാണ്, മഹാഭാവമാണ്, എന്തും വെട്ടി തുറന്ന് പറയും. പിന്നെ എന്താ വെച്ചാൽ എല്ലാം ചെയ്യുന്ന കാര്യത്തിലും വളരെ ഒരു ഉറച്ച സ്റ്റെപ്പുള്ള ആളാണ്. എനിക്കന്നുണ്ടായിരുന്നത് വെച്ചാൽ എനിക്ക് വീട്ടിനെക്കാട്ടിലും എല്ലാവരെക്കാട്ടിലും കൂടുതൽ ബന്ധം സുഹൃത്തുക്കളോടായിരുന്നു. അവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട് അങ്ങനെ ഒരു ജീവിതമായിരുന്നു അത്. വീട്ടിൽ പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പണം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോധലക്ഷം ഉണ്ടായിരുന്നില്ല എനിക്ക്. അതാണ് ഒരു കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പത്മനാഭൻ പറഞ്ഞ മാതിരി ഒരു പോള മാതിരി, ഉദകപ്പോള എന്ന് പറഞ്ഞ മാതിരി, ഉദകം എന്ന് പറയുമ്പോൾ വെള്ളം എന്നാണല്ലോ, വെള്ളത്തിലെ പോള മാതിരി ഇങ്ങനെ കറക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ വർണ്ണ സാഹചര്യമൊക്കെ പിന്നെ മറക്കും. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ അതിൻ്റെ മുറിയിൽ തന്നെ ഈ സാധനം കിടക്കുന്നുണ്ടാവും. പടവലങ്ങ, ചെറുനാരങ്ങ, അതൊക്കെ ഉണങ്ങിയ അവസാനം ഒന്നിനും കൊള്ളാണ്ട് 4-5 ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ മടങ്ങി പോവുക. പിന്നെ വേറെന്താ സൂത്രം ചെയ്യാൽ, ഈ ആകാശവാണിയിൽ അന്ന് നിങ്ങളാവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ അത് വളരെ ഫേമസ് ആണത്. അതിൽ പേര് വരിക എന്നുള്ളത് വലിയ ക്രെഡിറ്റായിട്ട് കരുതിയ കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇപ്പോൾ ഈ FM ഒക്കെ മാതിരി. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ഓരോ മോശം പാട്ടൊക്കെ പത്മരാജനിൽ വയ്ക്കും. ഇങ്ങനെ ഉണ്ണിമേനോണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചുരുങ്ങാൻ നമുക്കത്. ഞാൻ എന്ത് ചെയ്യും, അന്നത്തെ മാസികകളിൽ എനിക്ക് പത്രക്കാർക്കായിട്ട് വല്ല പരിചയമാണെന്ന് അങ്ങനെ പത്മരാജൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് KR വിജയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പത്രാധിപരെ എന്നൊക്കെ പറഞ്ഞ് പേര് P. പത്മരാജൻ എന്ന് പറഞ്ഞ് ഞാനും. കാരണം ഇങ്ങനെ ഈ വളരെ സൗഹൃദത്തോട് കൂടിയിട്ടുള്ള ചില മത്സരങ്ങളൊക്കെ അന്ന് നടക്കാറുണ്ട്. ഈവൺ അന്ന് തന്നെ ഞങ്ങൾ ഈ സ്റ്റേറ്റ് ഹോട്ടലിലൊക്കെ ബാറിൽ ചെന്നിട്ട് ഞാനും ഈ എക്സ്പ്രസ് ജോർജ് ഉടമയൊക്കെ കുടിച്ചിട്ട് അവിടെ ചെന്ന് ബെറ്റ് വയ്ക്കും. എന്താ ബെറ്റ് വെച്ചാൽ ഈ ബാർമാനോട് പറയാം, തൻ്റെ പേര് ഇപ്പോൾ 8 മണിക്ക് ഇപ്പോൾ റേഡിയോയിൽ കേൾക്കണോ. അതിൽ പറയാം, എന്ത് പ്രാന്താ പറഞ്ഞ റേഡിയോയിൽ എൻ്റെ പേര് കേൾക്ക്, ഇമ്പോസിബിൾ, ബെറ്റുണ്ടോ? കാശൊന്നുമല്ല, ഒരു കുപ്പി ബ്രാഡി, വിക്ടറി ബ്രാഡി, ബെറ്റാ. ശരി എന്ന് പറഞ്ഞാൽ അയാൾ എഗ്രി ചെയ്യുക. നേരെ അങ്ങേപ്പുറത്ത് ചെന്ന് റേഡിയോ സ്റ്റേഷനിൽ വിളിച്ച് പറയാം, ഇയാൾ അറിയാതെ കൊണ്ട് വിളിച്ച് പറയും, അവിടെ നിന്ന് തന്നെ ആളുടെ പേര് കൂടെ അവരുടെ കൂടെ ചേർക്കണം കേട്ടോ എന്ന്. സെക്കൻഡ് വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഇയാളുടെ പേര് വരിക, ജോൺ.
ആവശ്യപ്പെട്ടതെന്നൊരു പാത്രം വരിക, ഒരു കുപ്പി കിട്ടിയോ, ഈ നിലയ്ക്കുള്ള. അങ്ങനെയാണ് പത്മരാജൻ ഇവിടുത്തെ ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഈ ഉദകപ്പോള എഴുതാൻ കാരണം. തൃശ്ശൂരുള്ള കുറേ ക്യാരക്ടേഴ്സും പിന്നെ ഒക്കെ പാട് കൂടിയിട്ട് ഒരു എഴുതിയതാണത്. ആ പടം കണ്ട വഴിക്ക് എനിക്ക് വളരെ സ്ട്രേഞ്ചായിട്ടൊക്കെ തോന്നി അത് കണ്ടപ്പോൾ. പിന്നെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ തന്നെ ആണ് അതിൽ പല ഭാഗത്തും എൻ്റെ ശരിയായിട്ടുള്ള പല രൂപങ്ങളും ഇതിൽ കാണാനുണ്ട്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വഴിക്ക് വരുമ്പോൾ പത്മരാജനെ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഇത് എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു സ്മാരകം, ഞാൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഗാന്ധിക്കൊക്കെ മരിച്ചതിൻ്റെ ശേഷമാണ് സ്മാരകം ഉണ്ടായിട്ടുള്ളത്, എനിക്ക് ജീവിച്ചിരിക്കും